Hi friends, നമ്മൾ കണ്ടിട്ട് രണ്ടാഴ്ചയായി. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. നമ്മളൊരു മഴമറയുടെ സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ റെയിൻ ഷെൽട്ടറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ അതിനകത്ത് പച്ചക്കറി കൃഷി ആരംഭിക്കും. അപ്പോൾ ഓർഗാനിക് ഫാമിങ് ഇതുപോലെ മഴമറ കൃഷിയുടെ കുറേ വിശേഷങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോകളിൽ വരാനുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് മുമ്പിലത്തെ ആഴ്ച നമുക്കറിയാമല്ലോ, അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഹൈഡ്രോപോണിക് ഫാമിങ്ങും ഓർഗാനിക് ഫാമിങ്ങും പച്ചക്കറി കൃഷിയല്ല, വേറൊരു ടൈപ്പ് കൃഷിയാണ്. ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന അക്വാറ്റിക് പ്ലാന്റ്സിൻ്റെ ഫാമിംഗ് ഉണ്ട്. അതിൽ തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മോസിൻ്റെ ഫാമിങ്ങിനെ പറ്റിയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ അക്വേറിയം പിന്നെ പ്ലാന്റഡ് അക്വേറിയത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ അതിനകത്ത് അക്വാസ്കേപ്പിങ്ങിനായിട്ട് വയ്ക്കുന്ന കുറച്ച് മോസസ് ഉണ്ട്. ജാവ മോസ്, ക്രിസ്മസ് മോസ്, റിക്കിയ മോസ്, വീപ്പിംഗ് മോസ്, അങ്ങനെയുള്ള കുറേ മോസസൊക്കെ ഉണ്ട്. അതിനകത്തൊരു 4 ടൈപ്പ് മോസ് എൻ്റെ അടുത്തുണ്ട്. അതിൽ തന്നെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മോസാണ് റിക്കിയ മോസ്. അപ്പോൾ ഈ റിക്കിയ മോസിൻ്റെ ഫാമിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ ഇത് ഇപ്പോൾ ഈ അക്വാറ്റിക് പ്ലാന്റ്സിൻ്റെ ഫാമിംഗ്, ഇതുപോലുള്ള കുറേ ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന വീഡിയോകളാണ് ഈ ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കും. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ കയ്യിലുള്ള റിക്കിയ മോസിൻ്റെ ഒരു നല്ലവണ്ണം വളർന്ന ഒരു മോസ്. അതായത് നമ്മൾ ഈ മോസ് ആയാലും ഏത് അക്വാട്ടിക് പ്ലാന്റ്സ് ആയാലും അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് സമയാസമയങ്ങളിൽ അതിനൊക്കെ ട്രിം ചെയ്ത് നിർത്തണം. അത് വെട്ടി വിടണം അതിനൊക്കെ കറക്റ്റായിട്ട്. ഇല്ലെങ്കിൽ അത് ഒരുപാട് വളർന്ന് വലുതായി ഇതുപോലെ സ്പ്രെഡായിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ നശിക്കും. പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഇതിന് ചുറ്റുമുള്ള ഫ്രഷ് ആയിട്ട് വരുന്ന ഷൂട്ട്സ് ആയിരിക്കും നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ട്രിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള ന്യൂ ഗ്രോത്ത് ഉണ്ടാവും. ആ ന്യൂ ഗ്രോത്താണ് എപ്പോഴും കാണാൻ ഭംഗി. പഴയതാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ ലുക്കൊക്കെ പോയി ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ ഗ്രോൺ ആയിട്ടുള്ള ഒരു മോസാണ്. ഞാനൊരു വേറെ ടാങ്കിൽ ഇട്ടിരുന്നതാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ടബിലേക്ക് ഇട്ടുന്നേ ഉള്ളൂ. ഒരു ചിരട്ടയിലാണ് കെട്ടി വെച്ചിരുന്നത്. അപ്പോൾ ആ ചിരട്ടയിൽ നിന്ന് പൊങ്ങി വളർന്ന് ഫ്ലോട്ട് ചെയ്ത് ഈ കണ്ടീഷനിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കൾച്ചർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. കൾച്ചർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള നടിയിൽ വസ്തു. അപ്പോൾ ഈ മോസിൻ്റെ നടിയിൽ വസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെം തന്നെയാണ്. നമ്മളതിന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ ഇതുപോലെ അത്യാവശ്യം നല്ല വളർന്ന ഒരു മോസിൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാം. ചില അക്വേറിയം ഷോപ്പിലൊക്കെ ഇതിൻ്റെ കൾച്ചേഴ്സ് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിതുപോലെ ട്രിം ചെയ്യുമ്പോഴേക്കും വേസ്റ്റ് വരുന്ന, അത് ട്രിം ചെയ്ത് വരുന്നതിന് ബാക്കി വരുന്ന മോസ് നമുക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് ഒരു മോസ് ബോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മോസ് ബോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിരട്ടയെ കെട്ടി വയ്ക്കാം, അത്രേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഓവറായിട്ട് വളർന്നിട്ടുള്ള കുറേ മോസ് കട്ട് ചെയ്തെടുക്കണം, ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് നടിയിൽ വസ്തു. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൽ നിന്ന് പൊങ്ങി കിടക്കുന്നതിൽ നിന്ന് കുറച്ചങ്ങ് വെട്ടിയെടുത്താൽ മാത്രം മതി. മീനൊന്നും വന്നിടയിൽ കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മോസ് എന്തായാലും ഒരുപാട് വളർന്ന് പന്തലിച്ച് പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ഭംഗിയൊക്കെ പോയി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചിരട്ടയിൽ നിന്ന് മാറ്റി പുതിയ ചിരട്ടകളിലേക്ക് അല്ലെങ്കിൽ പുതിയ ക്രോക്കിലേക്കൊക്കെ അറ്റാച്ച് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഏതായാലും നമ്മൾ ഹാർവെസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ അതിൽ കാണിച്ചു തരാം. കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. സാധാരണ ട്രിം ചെയ്യുമ്പോൾ നമ്മൾ ചിരട്ട അല്ലെങ്കിൽ ഈ റോക്കിൽ കെട്ടി വെച്ചിരിക്കുന്നില്ല. അതിനോട് ഏകദേശം ആ റോക്ക് അല്ലെങ്കിൽ ചിരട്ടയോട് അടുപ്പിച്ച് തന്നെ വെട്ടിയെടുക്കും. എന്നാലേ അത് നല്ല മാറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാം ഫ്ലോട്ട് ചെയ്ത് പോയി. എന്നാലും നമുക്കിതിൽ നിന്ന് ആവശ്യമുള്ള മാത്രം വെട്ടിയെടുത്തിട്ട് ബാക്കി വെച്ചേക്കാം. അതവിടെ നിന്ന് വളർന്നോളും. കണ്ടില്ലേ, നമുക്ക് ആവശ്യമുള്ള മോസ് നമ്മൾ ട്രിം ചെയ്തതിന് ബാക്കി വന്ന മോസ് എല്ലാം ഇതുപോലെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇനി നമുക്ക് തന്നെ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യാനായിട്ട് ഒരു നെറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് അതിനെ കോരിയെടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം തൽക്കാലത്തേക്ക്. ഈ ഫ്ലോട്ട് ചെയ്തിറങ്ങുന്ന ചെറിയ പീസസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ആണ്. ഇതിൽ നിന്നെല്ലാം വളരുന്നതാണ്. ഇതൊക്കെ കെട്ടി വെച്ചാൽ ഈ ചെറിയ കഷ്ണമായാലും സാരമില്ല. അതൊക്കെ നമ്മൾ ചിരട്ടയിലോ റോക്കിലോ ഒക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് തന്നെ വളരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മോസിൻ്റെ കൾച്ചർ നടിയിൽ വസ്തു കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് ചിരട്ടയിലും റോക്കിലും അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വുഡിലൊക്കെ കെട്ടി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ അക്വേറിയത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ മീനിട്ടേക്കുന്ന ഏതെങ്കിലും ടാങ്കിലോ ഒക്കെ വിട്ടിരുന്നാൽ മതി. അത് അവിടെ നിന്ന് നന്നായിട്ട് തന്നെ വളർന്നോളും. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചിരട്ടയിലേക്ക് മാറ്റുന്നത് നോക്കാം.
സോ ഫ്രണ്ട്സ്, ഈ മോസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ചെടിയാണെന്ന് നമുക്കറിയാം. ഇതിന് സ്റ്റെമ്മുണ്ട്, ലീവ്സ് ഉണ്ട്, പക്ഷേ ഇതിന് റൂട്ട്സ് ഇല്ല, വേരുകളില്ല. പകരം റൈസോഡ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമാണുള്ളത്. അതൊരു മാതിരി ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ്, ഒരു മുടി പോലെ ഇരിക്കും. ഇതിൻ്റെ പ്രൈമറി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മോസ് വളർത്തുമ്പോഴേക്കും ഇതിനെ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രതലം വേണം. മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ റോക്കാണ്, അക്വേറിയം റോക്സ്. ഇത് ലാവ റോക്കാണ് അക്വേറിയം ഷോപ്പിൽ കിട്ടുന്ന നല്ല ഭംഗിയുള്ളത്. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഉരുളം കല്ലുകളൊക്കെ എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചിരട്ട യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ചിരട്ടയുടെ മേളിലാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡ്രിഫ്റ്റ് വുഡിലും ഇതിനെയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അവിടെയൊക്കെ നിന്ന് നന്നായിട്ട് വളരും. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡ് നമുക്ക് അക്വേറിയം ഷോപ്പിൽ തന്നെ കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡ്രിഫ്റ്റ് വുഡ്സ് കിട്ടും. ഇത് എനിക്ക് മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ ഒരു തടിയാണ്. നമ്മളിതിനെ ഡ്രിഫ്റ്റ് വുഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ വേറെ ഇടാം. ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ ഇച്ചിരി പണിയൊക്കെ ഉണ്ട്, ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ മിസ്സാവാതെ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കും. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഞാനിതുപോലെ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓണാക്കി വെക്കുന്നത്. സോ നമ്മൾ ഇന്നിപ്പോൾ ഡ്രിഫ്റ്റ് വുഡിലല്ല ചെയ്യുന്നത്, ഇതിന് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന റോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വില കൂടിയ പാറയാണ്, നല്ല ഷേപ്പിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മോസ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഷേപ്പൊക്കെ ആണല്ലോ, ഈ ഒരു സ്ട്രക്ചർ, അതിൻ്റെയൊക്കെ ലുക്ക് അങ്ങ് പോകും. ഇപ്പം ഇങ്ങനെയുള്ള റോക്കൊക്കെ നമ്മൾ റോ ആയിട്ട് തന്നെ അക്വേറിയത്തിൽ വയ്ക്കുന്നതായിരിക്കും ഭംഗി. മോസ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയൊക്കെ കവറായി പോകും. അപ്പോൾ ഇതും വേണ്ട. പകരം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇതുപോലുള്ള ഉരുളം കല്ലിൽ കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ ചിരട്ടയിലൊക്കെ കെട്ടി വെച്ച് വളർത്താം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഈ ചിരട്ടയിലും ഈ ഉരുളം കല്ലിലും കെട്ടി വയ്ക്കുന്ന കാര്യമാണ്. ചിരട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിലൊക്കെ മോസിൻ്റെ കൾച്ചർ വെച്ചിട്ട് കെട്ടി വെച്ചാൽ മതി, ഇത് ഫുള്ളായിട്ട് നിന്ന് വളർന്നോളും. പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്നത് പകുതി ചിരട്ട എടുത്തിട്ട് അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ സൈസിനുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ റിക്കിയ മോസ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വളരാൻ വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് പറ്റിപ്പിടിച്ച് വളരുന്നതിൽ നിന്ന് മാറിയിട്ട് ഇത് വളർന്ന് എല്ലാം കൂടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മേളിൽ പോയി കുട പോലെ വളരും. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ പോകും. അപ്പോൾ ചിരട്ട നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചിരട്ടയായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ഭംഗി കുറവുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് കുറച്ചുകൂടി ഫ്ലാറ്റായിട്ടിരിക്കുന്ന രീതിയിൽ ഈ ചിരട്ടയെ മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ മോസ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മോസ് പിടിപ്പിക്കുന്നത് ഈ ചിരട്ടയിലാണെങ്കിൽ ഇതിൻ്റെ പുറത്താണ് മോസൊക്കെ വെച്ച് കെട്ടുന്നത്. അപ്പോൾ ഇൻസൈഡ് ഇതുപോലെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന തേങ്ങയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നന്നായിട്ട് കത്തി കൊണ്ട് ചുരണ്ടി റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ വെള്ളത്തിൽ വയ്ക്കുമ്പോഴേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഇരുന്ന് ചീഞ്ഞ് നാശമായി വെള്ളമൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തേങ്ങയുടെ പാർട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വയർ ബ്രഷാണ്. ഒരു ഡ്രില്ലിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ ഇപ്പോൾ തേങ്ങയുടെ ആ പാർട്ടൊക്കെ പോയിട്ട് അതിൻ്റെ പൂപ്പൽ മാത്രമേ ഇരിപ്പുണ്ട്. ഇത് കുഴപ്പമില്ല. തേങ്ങയുടെ പാർട്ട് ഇരിക്കുമ്പോഴേക്കാണ് പ്രശ്നം വന്നത്. ഇത് നല്ലതാണ്. വേണമെങ്കിൽ നമുക്കിതിനൊന്ന് കുതിർത്തിട്ട് 2-3 ദിവസം കുതിർത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ചുരണ്ടി കളഞ്ഞാൽ പോകും. ഇല്ലെങ്കിൽ ഒരു റഫായിട്ടുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിനകത്തുള്ള ആ തേങ്ങയുടെ പാർട്ടൊക്കെ റിമൂവ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യുമ്പോൾ തന്നെ 2ആയിട്ട് മുറിക്കുകയാണ്. നമ്മളിതിനെ 2 പീസിലായിട്ടാണ് ഇതിൽ മോസ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മുറിക്കാനായിട്ട് ഞാൻ ഹാക്സയാണ് ഉപയോഗിക്കുന്നത്. ഹാക്സ പോലുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, കൈയൊന്നും മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും മുറിച്ചിട്ട് നമ്മളിങ്ങനെ പൊളിച്ചാൽ മതി, 2 പീസായി കിട്ടും. ഇതേ നമുക്ക് ഒരു പീസ് ഇത്. അപ്പോൾ ഈ പീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയും ഷാർപ്പാണ്. ഒന്ന് നമ്മുടെ കയ്യിലൊക്കെ കുത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ വെള്ളത്തിടുമ്പോഴേക്കും ഒന്നിലത് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് ഫ്ലാറ്റായിട്ടിരുന്നാലാണ് ഭംഗി. അതുകൊണ്ട് നമുക്കിതിൻ്റെ 2 സൈഡും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇതേ ഉണ്ടല്ലോ, നമ്മൾ ചിരട്ടയുടെ ഇവിടെയും വെട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. ഇത് സോ ഫ്രണ്ട്സ്, നമ്മൾ ചിരട്ട കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനതിനെ ഒരു ദിവസം ഒന്ന് കുതിർക്കാനായിട്ടിട്ടു. നിർബന്ധമില്ല, പക്ഷേ കുതിർത്ത് കഴിഞ്ഞാൽ ഈ ചിരട്ടയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കളറുണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടും. ഡയറക്റ്റായിട്ട് കൊണ്ട് വെള്ളത്തിട്ട് നമ്മുടെ ടാങ്കിലെ അക്വേറിയത്തിലെ വെള്ളത്തിനൊക്കെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിലൊന്ന് കുതിർത്ത് കഴിഞ്ഞാൽ ഇത് ചിരട്ടയുടെ ഈ കളറങ്ങ് മാറി കിട്ടും. ഈ വെള്ളം കണ്ടില്ലേ, ഇന്നലെ ഇട്ടിരുന്നതാണ്. അപ്പോൾ കുതിർന്ന് കഴിയുമ്പോഴേക്കും ചിരട്ട ഏകദേശം ഈ ഒരു കണ്ടീഷനായിട്ടുണ്ടാവും. ഇനി നമുക്കതിൻ്റെ മുകളിൽ മോസ് വെച്ച് കെട്ടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കെട്ടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ തയ്ക്കുന്ന നൂലാണ്. ഏതെങ്കിലും ഡാർക്ക് കളർ ഉപയോഗിക്കാം. എൻ്റെ ഇരിക്കുന്നത് ഗ്രീനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കോ ഡാർക്ക് ബ്ലൂ എന്തെങ്കിലും ഉപയോഗിക്കാം. ലൈറ്റ് കളറാണെങ്കിൽ നമ്മുടെ ചിരട്ടയുടെ മേളിൽ കൂടെ അത് കുറച്ചുകൂടെ കാണാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ഒരു ഡാർക്ക് കളർ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കാണാനായിട്ട് ഭംഗി. നമ്മൾ ഇന്നലെ വെട്ടി റെഡിയാക്കി വെച്ച മോസിൻ്റെ കൾച്ചറും ഇതായിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് വേറൊന്നും ചെയ്യാല്ല, കുറച്ച് മോസ് എടുക്കുക, ചിരട്ടയുടെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡാവുന്ന രീതിയിൽ വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നൂല് ഉപയോഗിച്ച് നന്നായിട്ട് ചുറ്റിക്കെട്ടുക, അത് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ റിക്കിയ മോസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി, പെട്ടെന്ന് വളരുന്നതും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആവുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ മോസ് എത്രത്തോളം അവൈലബിൾ ആണോ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കാം. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. ചിരട്ടയുടെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചാൽ മതി. കുറച്ചായിട്ട് എടുത്തത് ഇങ്ങനെ വെച്ച് പോയാൽ മതി. അത് ചിരട്ടയുടെ ആ പുറത്ത് പിടിച്ചിരുന്നോളും. പക്ഷേ അങ്ങനെ കൊണ്ട് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇളകി പൊങ്ങി വെള്ളത്തിന് മീതെ വന്ന് കിടക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ നന്നായിട്ട് കെട്ടി വെക്കുന്നത്. കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചിരട്ടയിലോട്ട് തന്നെ ഇതിൻ്റെ റൈസോയിഡ്സ് എന്ന് പറഞ്ഞില്ലേ, ആ സാധനം കയറി അതിനകത്ത് പിടിച്ച് അറ്റാച്ച് ആയിട്ടിരുന്നുള്ളൂ. ഇനി നമ്മുടെ നൂലെടുത്ത് ജസ്റ്റ് ഇതിനൊന്ന് കെട്ടി ഇതിലോട്ടൊന്ന് പിടിപ്പിച്ചാൽ മാത്രം മതി. നൂല് ചുറ്റുമ്പോഴേക്കും ഈ മോസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പതിഞ്ഞിരിക്കുന്ന രീതിയിൽ ചുറ്റി കെട്ടണം. 2-3 ലെയർ ചുറ്റി കെട്ടിയാൽ മതി, ക്രിസ് ക്രോസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടെ. കണ്ടില്ലേ, ചിരട്ടയുടെ മുകളിൽ നന്നായിട്ട് പതിഞ്ഞിരിക്കുന്ന രീതിയിൽ ക്രിസ് ക്രോസായിട്ട് നൂല് ചുറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഈ മിച്ചം വരുന്ന ഭാഗം കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മോസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനൊരു വെള്ളത്തിലേക്ക് ഇറക്കി ഇട്ടിരുന്നാൽ മതി. വേണമെങ്കിൽ അക്വേറിയം ടാങ്കിനകത്ത് കൊണ്ടിടാം, അല്ലെങ്കിൽ ഒരു ബേസിനിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തിടാം. എന്നിട്ട് ഒരു പാർഷ്യൽ ഷെയ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ചാൽ മതി. നല്ല വെയിലുള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ട്, പറഞ്ഞുതരാം. മോസ് ചിരട്ടയിലേക്ക് പിടിപ്പിക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയും കൂടെ ഉണ്ട്, കുറച്ചുകൂടി എളുപ്പമുള്ള വഴിയാണ്. അതിന് നമുക്കിതുപോലൊരു പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് മോസ് എടുത്തതിൻ്റെ മുകളിലും കിട്ടാൽ മതി. അത് സ്പ്രെഡായിട്ട് അവിടെ വീണോളും. കണ്ടില്ലേ, അവിടെ ഒരു ലെയർ പോലെ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കും. അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട മോസ് എല്ലാം മേളിൽ സർഫസിൽ വന്നിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ചിരട്ട കട്ട് ചെയ്ത് വെച്ച ചിരട്ട എടുത്തിട്ട് ഇതിൻ്റെ അടിയിലോട്ടങ്ങ് ഇറക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലൊക്കെ വെച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിരട്ട അതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം അതിൻ്റെ മുകളിൽ അറ്റാച്ചായി വരും. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നമ്മുടെ ചിരട്ടയുടെ മുകളിൽ മോസ് നല്ല സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂലെടുത്ത് ചുറ്റി കെട്ടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെ നൂല് ചുറ്റി കെട്ടുമ്പോഴേക്കും എല്ലാ മോസിൻ്റെ മുകളിലും നന്നായിട്ട് നൂല് പതിഞ്ഞ് വരുന്ന രീതിയിൽ വേണം ചുറ്റാനായിട്ട്. കുറച്ച് കൂടുതൽ ചുറ്റിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇത് വളരുമ്പോഴേക്കും ഈ നൂലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അതിൻ്റെ ഷൂട്ട്സൊക്കെ വന്ന് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ 2 ചിരട്ടയിലും മോസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വെള്ളത്തിൽ കൊണ്ടിട്ടിരുന്നാൽ മതി. അക്വേറിയം ടാങ്കിലാണെങ്കിൽ അവിടെ കൊണ്ടിടാം. ഒരുപാട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ ബായൽ പിടിക്കേണ്ട ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഇത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് വയ്ക്കേണ്ട, ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചാൽ മതി. കുറച്ച് സൺലൈറ്റിൻ്റെ ആവശ്യമുള്ളവർക്ക് നന്നായിട്ട് തന്നെ വളർന്നോളും. അപ്പോൾ ഈ മോസിന് പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട, അതിന് വളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന നൈട്രേറ്റ്സ് ഒക്കെ തന്നെ മതിയാവും ഇതിന് വളരാനായിട്ട്. ഞാനിവിടെ കുറച്ച് ഗപ്പീസിൻ്റെ കൂടെ ഇട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊരു ടാങ്കിൽ കൊണ്ടിടാം, എന്നിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. കല്ലിൻ്റെ പുറത്ത് കെട്ടി വയ്ക്കാനും ഇതേ പരിപാടി തന്നെയാണ്. ചെറിയൊരു കല്ലെടുത്തിട്ട് മോസ് എടുത്ത് അതിൻ്റെ മുകളിൽ നിന്നിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ നൂല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിക്കെട്ടി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു ചെറിയ കല്ലാണ്, കുറച്ച് വലിയ കല്ലാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരുന്നോളും. ഇത് കുറച്ച് പോളിഷ്ഡായിട്ട് കല്ലാണ്. നമുക്ക് സാധാരണ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന ഉരുളം കല്ലുകളാണെങ്കിൽ നന്നായിട്ട് തന്നെ അതിനകത്തൊരു റഫ് സർഫസ് ആണല്ലോ, അതിനകത്ത് നന്നായിട്ട് തന്നെ പിടിച്ചിരുന്നോളും. ഇപ്പോൾ എനിക്ക് കിട്ടിയ റോക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ടെട്രാസൊക്കെ കിടക്കുന്ന ഒരു കുഞ്ഞു ടാങ്കാണ്, വളരെ ചെറിയൊരു ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് ആൾറെഡി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാർപ്പറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇപ്പോൾ കുറച്ച് സ്റ്റെം പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നേരത്തെ വെച്ച ഒരു റിക്കിയ മോസ് ഇത് വളർന്ന് ഈ കണ്ടീഷനായിട്ട് നിൽപ്പുണ്ട്. ഇതും ചിരട്ടയിൽ അറ്റാച്ച് ചെയ്തൊരു മോസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിപ്പോൾ കല്ലിൽ കെട്ടിയുണ്ടാക്കിയ മോസും കൂടെ വെച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ ചെറിയൊരു LED ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. വളരെ ചെറിയൊരു ഇൻറ്റൻസിറ്റിയിലുള്ളൊരു ലൈറ്റ്, 3 വാട്ട്സിൻ്റെ ഒരു LED. അതിലാണ് ഈ സ്റ്റെം പ്ലാന്റ്സും ഈ മോസും വളരുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കല്ലിൽ കിട്ടിയ ഒരു മോസും ഈ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇത്രയും ലൈറ്റൊക്കെ മതിയാവും അതിന്. അപ്പോൾ ഈ റിക്കിയ മോസ് പോലെ തന്നെ നമുക്ക് അക്വേറിയത്തിൽ വളർത്താൻ പറ്റുന്ന വേറെ 2 മോസുകളാണ് ജാവ മോസും ക്രിസ്മസ് മോസും. അപ്പോൾ ഈ 2 മോസും ഇവിടെ കുറച്ചുണ്ട്. ഞാനിതിനെ ഒരു ട്രേയിൽ ചിരട്ടയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വളർന്ന് ഹാർവെസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷനായിട്ട് നിൽപ്പുണ്ട്. വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ഷൂട്ട്സ് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അക്വേറിയം ഷോപ്പിലൊക്കെ കൊടുക്കാൻ പറ്റും.
ഇല്ലെങ്കിൽ ഇതുപോലെ ചിരട്ടയിലൊക്കെ അല്ലെങ്കിൽ ഡ്രിപ്പ് ട്യൂബിലൊക്കെ അറ്റാച്ച് ചെയ്ത് നല്ല ഭംഗിയാക്കിയതിന് ശേഷം നമുക്ക് സെയിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു ട്രെയിൽ തന്നെയാണ് നമ്മളിപ്പം ചിരട്ടയിൽ കെട്ടി വെച്ച റിക്കിയ മോസ് ഇടാൻ പോകുന്നത്. അപ്പോൾ റിക്കിയ മോസ് എന്ന് പറയുന്നത് ജാവയേക്കാളും ക്രിസ്മസിനേക്കാളും ഒക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടും നല്ല സ്പ്രെഡായിട്ടും വളരുന്നതാണ്. കുറച്ചുകൂടെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു മോസാണ് റിക്കിയ മോസ്. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ച റിക്കിയ മോസ് ഇടുന്നത് ഈ ഫിഷസിൻ്റെ കൂടെയാണ്. ഈ ഒരു പ്ലാസ്റ്റിക് ടബിനകത്താണ് ഇടുന്നത്. ഇതിടുമ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ ചരിച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ എയർ കയറി നിന്നിട്ട് വെള്ളത്തിലോട്ട് താഴ്ന്നു പോകത്തില്ല. ജസ്റ്റ് ചരിച്ച് കണ്ടു കഴിഞ്ഞാൽ അടിയിൽ വെള്ളം ഇറങ്ങി അവിടെ പോയി പ്രോപ്പറായിട്ട് ഇരുന്നോളും. ഇനി ഇവിടെ നിന്ന് വളർന്നോളും. എപ്പോഴും നമ്മൾ റിക്കിയ മോസ് അല്ലെങ്കിൽ ഏതെങ്കിലും മോസ് അല്ലെങ്കിൽ ഏതെങ്കിലും അക്വാട്ടിക് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിഷസ് ഉള്ള ടാങ്കിലിടാൻ ശ്രമിക്കുക. ഒന്ന്, നമുക്ക് അതിനകത്തുള്ള കൊതുവിൻ്റെ വളർച്ച അവോയ്ഡ് ചെയ്യാം. രണ്ടാമത്, ഫിഷസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാട്ടർ ചേഞ്ച് കൊടുക്കും. കൃത്യമായിട്ടുള്ള വാട്ടർ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെള്ളം എപ്പോഴും പ്യുവറായിട്ട് നല്ല ശുദ്ധമായിട്ട് കണ്ണാടി പോലെ കിടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സൺലൈറ്റ് അടിച്ചതിനകത്ത് ഒരുപാട് ആൽഗെ ഗ്രോത്ത് ഉണ്ടാവും. വെള്ളം മുഴുവൻ പച്ച കളറിലായി പോവും. നമ്മുടെ മോസിൻ്റെ മുകളിലൊക്കെ ആൽഗെ വന്ന് പിടിക്കും. അപ്പോൾ മോസിൻ്റെ വളർന്നു നിൽക്കുന്നൊരു ഭംഗി നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴേക്കും ഇവയൊന്ന് ജസ്റ്റ് എടുത്തിട്ട് ശേഷം വാട്ടർ ചേഞ്ചിനോടൊപ്പം തന്നെ ഇവയൊന്ന് നമ്മുടെ ചെടിക്കൊക്കെ മരുന്നടിക്കുന്നൊരു സ്പ്രെയർ ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇച്ചിരി ഫോഴ്സിൽ വെള്ളം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചെളിയും അഴുക്കൊക്കെ മാറി കിട്ടും. കുറച്ചുകൂടെ നമ്മുടെ ഈ ചിരട്ടയും ആ ഒരു സെറ്റപ്പൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഈ കണ്ടീഷനിൽ സ്ഥിരമായിട്ടങ്ങ് വെച്ചേക്കാൻ ശ്രമിക്കേണ്ട. ഇത് കുറച്ച് നീളം വയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിനെ നന്നായിട്ട് ട്രിം ചെയ്ത് നിർത്തണം. ട്രിം ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന ഈ പീസസ് നമുക്ക് ഇതുപോലെ വേറെ ചിരട്ടയിലൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മോസസിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും. എല്ലാ മോസിനും ഇതേപോലെയൊക്കെ തന്നെ ജാവയായാലും ക്രിസ്മസ് ആയാലും പ്രോപ്പറായിട്ടുള്ള ട്രിമ്മിങ്ങും ഏറ്റവും ക്ലീനായിട്ടുള്ള വാട്ടർ ചേഞ്ചിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അധികം ആൽഗയൊന്നും പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മോസ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു വുഡ് കണ്ടില്ലായിരുന്നോ? അപ്പോൾ അതിനെ ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ മോസൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മളൊരു ടാങ്കിനകത്തേക്ക് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ കാര്യങ്ങളും കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.